ഇനി മുസ്ലിങ്ങളെ കൊന്നു, നിങ്ങൾ അങ്ങനെയും പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ കൊന്നത് ആരാന്നറിയോ നിങ്ങൾക്ക്? ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ കൊന്നത് CPM. സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഓരോ പേരുകളും എഴുതി പറയാം. ബൽദേവന് സംശയം ഉണ്ടാവും, കാരണം ഈ കാര്യമൊന്നും അറിയില്ല. ഞങ്ങളിതൊക്കെ പഠിച്ചിട്ട് പറയുന്നതാ. ഓരോരുത്തരുടെ പേര് പറഞ്ഞു തരാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ കൊന്ന യുവാക്കളെ കൊന്നത്, മുസ്ലിം യുവാക്കളെ കൊന്നത്, പരസ്യ വിചാരണ നടത്തി കൊന്നത് കണ്ണൂരിൽ പറയണോ? ആരാ? CPM. ഇനി ഞാൻ ഒന്നും കൂടി പറയാം. ദേവാലയത്തിൻ്റെ കാര്യം. പരസ്യമായ ഒരു ദേവാലയത്തിൽ കയറി അവിടുത്തെ കുരിശ് രൂപം അടിച്ച് അവിടുത്തെ ബൈബിള് കീറി ആ ദേവാലയത്തെ തകർക്കാൻ ശ്രമിച്ചതാരാ? CPM. നിഷേധിക്കാൻ പറ്റുമോ? ഞാനിപ്പോ തെളിവ് സഹിതം പറയാം. നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ തെളിവ് പറയാം. ഇപ്പോൾ ഈ ചർച്ചയിൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇനി ഒരു ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചതാരാ? പിണറായി വിജയൻ മുഖ്യമന്ത്രി. ഇനി ഓരോന്നോരോന്ന് ഞാൻ പറയാം. എന്നിട്ട് നിങ്ങൾ ഡൽഹിയിലെ കാര്യം പറയാ. ഡൽഹിയിലേക്കൊന്നും പോണ്ട. കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ 13 വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ആ 13 വർഗീയ കലാപത്തിലെ പ്രധാനപ്പെട്ട കലാപമാണ് നാദാപുരം കലാപം. ഈ നാദാപുരം കലാപം ആരുമായിട്ടാണ് നിങ്ങൾക്കറിയോ? മാർക്സിസ്റ്റ് പാർട്ടിയും മുസ്ലിം ജനവിഭാഗവും ചേർന്നിട്ടാ. ആ നാദാപുരം കലാപത്തിൽ എത്ര പള്ളി തകർത്തു നിങ്ങൾക്കറിയോ? മാർക്സിസ്റ്റ് പാർട്ടിയാണ് തകർത്തത്. നാദാപുരം കലാപത്തിൻ്റെ റിപ്പോർട്ട് വെളിയിൽ കൊണ്ടുവരാം. ഓരോ 13 വർഗീയ കലാപത്തിൽ 7 വർഗീയ കലാപം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നടന്നതിന്റെ റിപ്പോർട്ടുണ്ട്. വർഗീയ കലാപത്തെക്കുറിച്ച് ഒരു പുതിയ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, കേരളത്തിൽ നടക്കുന്ന വർഗീയ കലാപത്തെക്കുറിച്ച്. ആ പുസ്തകത്തിലെ വരികളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് തീവ്രവാദവുമായി ബന്ധമില്ല. ഞാൻ വേണുവിൻ്റെ പുസ്തകമുണ്ട്, വേണുവിൻ്റെ പുസ്തകം. ആ വേണുവിൻ്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായി മാതൃഭൂമിയിൽ അദ്ദേഹം ആ പുസ്തകത്തിനെ ബേസ് ചെയ്തുകൊണ്ട് മാതൃഭൂമിയിൽ ലേഖനം എഴുതി. 1998 മെയ് മാസം 10-ാം തീയതി. ആ ലേഖനം എന്താണെന്നറിയോ? കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ, പ്രത്യേകിച്ച് മതമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം, ഒരു വോട്ട് ബാങ്ക് എന്ന നിലയിൽ മദനി നേതൃത്വം കൊടുത്ത PDPയുമായി പരസ്യവും രഹസ്യവുമായ ചർച്ചകൾ നടക്കുന്നു. അവരുമായി ബാന്ധവമുണ്ടാക്കുന്നു. അവരുടെ രാഷ്ട്രീയ പിന്തുണ നേടാൻ ശ്രമിക്കുന്നു. ഈ വർഗീയ സംഘടനയുമായി, ഈ ഭീകര സംഘടനയുമായി ഇടതുപക്ഷമുണ്ടാക്കുന്ന രാഷ്ട്രീയ ബന്ധം താൽക്കാലിക ലാഭമുണ്ടാക്കിയാലും അത് കേരളത്തിൽ ഏറ്റവും അപകടകരമാണ്. പറഞ്ഞതാരാ? 1998 മെയ് 10-ന് വേണു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടുതൽ മാർക്സിസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായ വേണു. ഇനി മദനി എന്താ പറഞ്ഞത്? ISS എന്ന് പറയുന്നത് NDF ആയി മാറി. അതുകൊണ്ട് NDFന്റെ എല്ലാ പ്രവർത്തനത്തിനും പിന്തുണ കൊടുക്കണമെന്ന് തേജസിൽ മദനി എഴുതി. ആ NDF ആണ് പോപ്പുലർ ഫ്രണ്ട്. ആ NDF ആണ് മദനിയുടെ ആദ്യത്തെ ISS. ഈ മദനിയുമായി നിങ്ങൾ ബാന്ധവം, ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബാന്ധവം. എന്നിട്ടാണ് ഇപ്പം നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ചക്കരയാണ് ഞങ്ങൾ, തേനാണ് ഞങ്ങൾ, വരിക്കച്ചക്കയാണ് ഞങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഈ രാജ്യത്തെ തകർക്കുന്ന ഭീകര പ്രസ്ഥാനങ്ങളുമായി കൂട്ടുകൂടുന്നവരാണ് നിങ്ങൾ. ഈ രാജ്യത്തെ തകർക്കുന്ന ഭീകര പ്രസ്ഥാനങ്ങൾക്ക് എല്ലാ ഒത്താശയും ചെയ്യുന്നവരാണ് CPM. അതുകൊണ്ടാണ് നിങ്ങൾ കാശ്മീരിൽ വിഘടനവാദികളോടൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ എല്ലാ വിഘടനവാദികൾക്കും നിങ്ങൾ പിന്തുണ കൊടുക്കുന്നത്. കാരണം നിങ്ങളുടെ ബീജം എന്ന് പറയുന്നത്, ബലദേവേ, നിങ്ങളുടെ ബീജം എന്ന് പറയുന്നത് രാജ്യദ്രോഹത്തിന്റെ ബീജമാണ്. പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പട്ടിക്കൽ ലൈനിൽ ഉണ്ട്. അഡ്വക്കേറ്റ് പ്രതാപ് ജി പട്ടിക്കൽ, കേൾക്കാമോ താങ്കൾക്ക്? യെസ്, എന്തായാലും അഭിനന്ദനങ്ങൾ. ഈ 15 PFI ഭീകരവാദികളെയും ഇന്ന് കുറ്റക്കാരായിട്ട് കണ്ടെത്തിയിരിക്കുന്നു, അവർ കുറ്റം ചെയ്തതായിട്ട് കണ്ടെത്തിയിരിക്കുന്നു. അതിന് അഭിനന്ദനങ്ങൾ. ഇവിടെ ഒരു തർക്കം വന്നു. അതായത് താങ്കൾ സർക്കാർ നിയോഗിച്ച പ്രോസിക്യൂട്ടർ ആയതുകൊണ്ട് സ്വാഭാവികമായും താങ്കൾക്ക് ഇടതുപക്ഷ ആഭിമുഖ്യം കാണും, CPM ആഭിമുഖ്യം കാണും. അത് ഖണ്ഡിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു BJPയുടെ ലീഗൽ സെല്ലിൻ്റെ പ്രതിനിധിയാണ് താങ്കൾ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ താങ്കൾ തന്നെ വിശദീകരണം നൽകുന്നത് നന്നായിരിക്കും.
തീർച്ചയായും ഗോപാലകൃഷ്ണൻജി പറഞ്ഞ 100% ശരിയാണ്. ഞാൻ BJP ലീഗൽ സെല്ലിന്റെ സംസ്ഥാന സമിതി അംഗമാണ്, സ്വയം സേവകാണ്. എന്നെ ഈ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചതാണ്. ഈ കേസിനകത്ത് പ്രോസിക്യൂഷൻ ടീം, ഞാൻ ഉൾപ്പെടുന്ന പ്രോസിക്യൂഷൻ ടീമിനോടൊപ്പം ഉള്ള എല്ലാവരും, എന്നോടൊപ്പം ഉള്ള അഡ്വക്കേറ്റ് ശ്രീദേവി പ്രതാപ്, അഡ്വക്കേറ്റ് ശില്പ ശിവൻ, അഡ്വക്കേറ്റ് ഹരീഷ് കേട്ടോ, ഞങ്ങൾ എല്ലാവരും BJP ലീഗൽ സെല്ലിന്റെ പ്രവർത്തകരാണ്. തീർച്ചയായും ഈ കേസിനകത്ത് വലിയ തരത്തിലുള്ള പോരാട്ടം നടത്തേണ്ടി വന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എങ്കിലും സത്യം വിജയിച്ചു എന്ന് വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരല്ല എന്നുള്ളത് അടിവരയിട്ട് പറയാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. യെസ്, അഡ്വക്കേറ്റ് പ്രതാപ്ജി വളരെയധികം നന്ദി. ഈ സമയത്ത് ഞങ്ങൾക്ക് താങ്കളെ കിട്ടി, താങ്കൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അനിൽ നമ്പ്യാർ ഒരു മിനിറ്റ് അനിൽ നമ്പ്യാർ ഒരു മിനിറ്റ് അനിൽ നമ്പ്യാർ ഒരു മിനിറ്റ് അനിൽ നമ്പ്യാർ ഒരു വാക്കും കൂടി ഞാൻ പറഞ്ഞു നിർത്താം. അനിൽ നമ്പ്യാർ എനിക്ക് ഒരു മിനിറ്റ് അനിൽ നമ്പ്യാരെ, ഞാൻ BJPയുടെ ലീഗൽ സെല്ലിന്റെ ആളാണെന്നേ പറഞ്ഞോളൂ. പക്ഷെ വക്കീല് നേരിട്ട് വിളിച്ച് പറഞ്ഞാൽ അദ്ദേഹം RSSകാരനാ. അദ്ദേഹം സ്വയം സേവകൻ എന്നാ പറഞ്ഞ, RSSകാരനാ പറഞ്ഞേ. അപ്പൊ ഇനി കൂടുതൽ വഴിയില്ല. അതെ.